ഹരേ കൃഷ്ണ, നമസ്കാരം. ഇപ്പോ അമ്മ ഭയങ്കര ഫേമസ് ആണ് ഇവിടെ, കല്ലന്താഴത്തായാലും അല്ലെങ്കിൽ കൊല്ലത്തായാലും. എങ്ങനെയാണ് ഈ ഒരു ജലജമ്മ എന്നൊരു പേര് കിട്ടിയത്? മോനെ എല്ലാവരും സ്നേഹത്തോടെ വിളിച്ചു, അങ്ങനെ ജലജയമ്മയായതാണ്. എനിക്കും അമ്മയെന്ന് വിളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് എല്ലാരും വിളിച്ചു, അങ്ങനെ ജലജയമ്മയായതാണ്. അമ്മ ഇപ്പോ പലരും ഇതുപോലെ പല നന്മ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. അമ്മ എത്ര കൊല്ലമായി ഈ ഒരു കാരണം? ഇവിടെ ഇപ്പം 1 വർഷം ആവാറായി മോനെ കൊടുക്കാൻ തുടങ്ങിയിട്ട്. ഇവിടെ കൊടുക്കാൻ തുടങ്ങിയിട്ട് 1 വർഷം ആവാറായി. എന്നാൽ 1 വർഷം മുന്നേ ആണോ ഈ ഒരു ചിന്ത തുടങ്ങിയത്? അല്ല, 10 വർഷത്തിന് മുമ്പേ ഞാൻ ഓച്ചിറ കൊടുക്കുന്നുണ്ട്. 12 ദിവസവും കുടിലെടുത്തിരുന്ന് ഇത് ചെയ്യുന്നുണ്ട്. അപ്പോഴ് എനിക്ക് ഇടയ്ക്കൊക്കെ തോന്നി, ഇവിടെ അതിനുള്ള സന്ദർഭമൊന്നും ഇല്ലായിരുന്നു. സാഹചര്യം ഒപ്പം വന്നു, ഭഗവാനായിട്ട് അത് സാധിച്ചു വന്നു. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഇങ്ങനെ എല്ലാവർക്കും ഇച്ചിരി ഭക്ഷണം കൊടുക്കണമെന്ന്. അത് റോഡ് സൈഡിലൊരു വീട് എടുത്തുകൊണ്ട് കൊടുക്കണമെന്നായിരുന്നു. പക്ഷെ അത് കിട്ടാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു കട റോഡിലാണ് കൊടുത്തുകൊണ്ടിരുന്നത്. മഴയും വെയിലും ഒക്കെ ആയപ്പോഴാണ് ഇപ്പോൾ ഒരു കടയെടുത്തത്. കടയും പലരുടെയും സഹായത്തിലെടുത്തു. നല്ല മനസ്സുള്ള കുറേ പേര് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഞാൻ പോലും അറിയാതെ പൈസ തരുന്നവരുണ്ട്, സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് തരും. പിന്നെ ജന്മനാൾ, വെഡിങ് ആനിവേഴ്സറി, പിന്നെ ബർത്ത്ഡേ, ആണ്ട്, അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ വരുമ്പോൾ അവരെല്ലാം സാധനമൊക്കെ ആയിട്ട് വന്ന് നടത്താം. നമ്മളിവിടെ പരിപ്പും പപ്പടം, അവിയൽ, സാമ്പാർ, പായസം, ഇവിടെ ഉള്ളവർക്ക് അതൊരു സന്തോഷമാണ്. എങ്ങനെയാണ് അമ്മ ഇതിനകത്ത് ഈ ഒരു സംരംഭം? ഇപ്പോൾ നമ്മൾ മുൻപ് വരുന്ന ന്യൂസുകളെല്ലാം കണ്ടത് അല്ലെങ്കിൽ വീഡിയോസ് കണ്ടത് അമ്മ സ്വന്തം കയ്യിൽ നിന്നുള്ള കാശുകൾ എടുത്ത് ചെയ്തു, അതുപോലെ സ്വന്തം വരുമാനത്തിൽ നിന്നൊരു എമൗണ്ട് ചെയ്തു എന്നുള്ളതായിരിക്കാം. അതെ, അത് തന്നെയായിരുന്നു തുടക്കം. അത് തന്നെയായിരുന്നു. ഞാൻ 10 വർഷത്തെ എൻ്റെ സമ്പാദ്യമാണ്. തയ്യൽ തൊഴിലാളിയാണ്, തൊഴിലുറപ്പിന് പോവും. 10 വർഷത്തെ സമ്പാദ്യം വാങ്ങിച്ചുകൊണ്ടാണ് ഇത് തുടങ്ങിയത്. അപ്പം ഇങ്ങനെ നീണ്ടുപോകുന്നൊന്നും ഉദ്ദേശിച്ചല്ല, നമ്മുടെ കയ്യിലുള്ളത് തീരുന്നവരെ കൊടുക്കാമെന്നും പറഞ്ഞ് തുടങ്ങി. പിന്നെ അത് തീരാറായപ്പോൾ എൻ്റെ മോനും കൂട്ടുകാരും സഹായിച്ചു. പിന്നെ ബന്ധുക്കളുടെ സഹായങ്ങളെല്ലാം കിട്ടി. പിന്നാണ് സൗമ്യ വന്ന വീഡിയോ ഇട്ടത്. അതിനുശേഷം ആൾക്കാരെല്ലാം വരുന്ന കൊണ്ട് തരുകയും പൈസകൾ അയക്കുകയും ഒക്കെ ചെയ്തു. ഇങ്ങനെ തുടർന്ന് മുന്നോട്ട് പോകുന്നു. പിന്നെ നല്ല കുറച്ച് ആൾക്കാരുണ്ട്, അവരുടെ ഒരു സഹായം കൊണ്ടാണ് ഇതിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതിൽ ഒരുപാട് വാഗ്ദാനങ്ങൾ പറയുന്ന ആൾക്കാരും ഉണ്ട്. വിളിച്ചിട്ട് നമ്പറിട്, അതിട്, ഇത് തരാം അത് തരാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെയൊന്നും ഉള്ളവർക്ക് നമ്മൾ കൊടുക്കാറില്ല. നമുക്ക് വിളിക്കുമ്പോഴേ അറിയാം. തരാൻ മനസ്സുള്ളവരാണെങ്കിൽ ഒരു വട്ടം വിളിച്ചിട്ട് അമ്മേ ഞാൻ ഇന്ന് തരുന്നു എന്ന് പറയും. അല്ലാത്ത കുറേ ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഒരു വീഡിയോയിൽ നമ്പരോ അക്കൗണ്ട് നമ്പരോ ഒന്നും കൊടുക്കാൻ ഞാൻ താല്പര്യപ്പെടാത്ത. എത്ര കൊല്ലം? 10 കൊല്ലം പ്ലസ് 1 കൊല്ലം, 11 കൊല്ലമായിട്ട് അമ്മ ഈ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അതെ, ഇങ്ങനൊരു കാര്യം ചെയ്യുന്നുണ്ട്. ഇങ്ങനൊരു സൽപ്രവൃത്തി ചെയ്യുമ്പോൾ എപ്പോഴും പലരും പല രീതിക്കുള്ള നെഗറ്റീവുകൾ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ പറയാൻ ചാൻസ് ഉണ്ട്, നമ്മൾ കുത്തി പറയാനൊക്കെ ചാൻസ് ഉണ്ട്. എപ്പോഴെങ്കിലും അങ്ങനെ അനുഭവിച്ചു? ഞാൻ ഇതുവരെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല. കാരണം ആൾക്കാർ പറയുന്നു അങ്ങ് പറഞ്ഞോട്ടെന്ന്. ഇപ്പം എൻ്റെ മാനസികമായിട്ട് ഒരുപാട് എന്നെ വേദനിപ്പിക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു വെയിലത്തിരുന്ന് കൊടുക്കുന്നതായിരുന്നു. മഴയും വെയിലും കൊണ്ട് ആ ഒരു ഡെസ്കിൻ്റെ പുറത്തിരുന്ന് കൊടുക്കും. കഴിക്കുന്നവർക്കും ബുദ്ധിമുട്ടാണ്, കൊടുക്കുന്ന എനിക്കും ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഭഗവാന്റെ ഒരു കൃപയിൽ ഒരു കുഞ്ഞി കടയുടെ കാര്യം പറഞ്ഞ് എടുത്തു തന്ന് ആ കട നമ്മൾ കൊടുക്കുക, കടയിൽ വന്ന് കൊടുത്തുകൊണ്ടിരിക്കുക. കടയെടുത്ത് ചോറ് കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷം ഒരുപാട് ആളുകൾക്ക് എന്തോ ഒരു ഇതുപോലെ, അതും നല്ലവരൊന്നും അല്ല, അറിയാലോ, നരമ്പ് രോഗികൾ, എടുത്തു പറയുകയാണ്, നരമ്പ് രോഗികൾ, അവരാണ് നമ്മളെ കൂടുതലും വേദനിപ്പിക്കുന്നത്. ആ കട തന്ന എൻ്റെ അടുത്ത കടയുടെ ആ ഉടയൻ പറഞ്ഞ ആ ആളുടെ വാതിലിൽ സൈഡിൽ കുറച്ച് സ്ഥലമുണ്ട്, അവിടെ ഇട്ട് ചോറ് വെച്ചോളാൻ. ഞാൻ അവിടെ വെച്ച് ചോറ് വെച്ചുകൊണ്ടിരുന്നേ 1 മാസം വെച്ച്. അപ്പോഴവിടെ അപ്പുറത്തൊരു ജനകീയ ഹോട്ടലിൽ ആൾ എന്നിട്ട് പരാതി കൊടുക്കുന്നു, വെളിയിൽ വെച്ച് ചോറ് വെക്കുന്നു. എവിടെല്ലാം തട്ടുകടകൾ വെളിയിൽ പ്രവർത്തിക്കുന്നു, എവിടെല്ലാം ആഹാരങ്ങൾ വെളിയിൽ വെച്ച് കൊടുക്കുന്നു. ഞാൻ പാവപ്പെട്ട ഞാൻ ഈ സാധുക്കൾക്ക് കുറച്ച് ചോറ് വെച്ച് കൊടുക്കുന്നതാണ് അവർക്ക് പരാതിയായിട്ട്. അങ്ങനെ ഹെൽത്തിൻ്റെ ആൾക്കാർ പറഞ്ഞ്, സോണലിൽ നിന്ന് വിളിച്ചിട്ട് ഹെൽത്തിൻ്റെ ആൾക്കാർ പറഞ്ഞ് അവിടെ ചോറ് വെക്കരുതെന്ന്. ഞാനിപ്പോൾ 10-20 ദിവസം കൊണ്ട് ചോറ് വെക്കാതിരിക്കും. അങ്ങനെ അത് എൻ്റെ വീട് ഇവിടുന്ന് 50 രൂപ ഓട്ടോ കൂലി കൊടുക്കുന്ന ദൂരമാണ്. അവിടെ വെച്ച് ചോറ് വെച്ചിട്ട് എനിക്ക് ഇവിടെ വന്ന് കറികളൊന്നും വെക്കാൻ വയ്യ. ഒരാളിനെ കൊണ്ട് അവിടെ വെച്ച് ചോറ് വെപ്പിച്ചിട്ട് പിന്നെ ഓട്ടോ,
അതും ഈ ഓട്ടോ സ്റ്റാൻഡിൽ നിന്നൊന്നും ആരും വരത്തില്ല. അവർ അടുത്ത ഓട്ടോ എന്നും പറഞ്ഞാൽ ആരും വരത്തില്ല. 1-2 വ്യക്തികളേ ഉള്ളൂ. അവരില്ലെങ്കിൽ വഴിയെ പോകുന്ന ഓട്ടോയിൽ പറഞ്ഞ് ചോറെടുക്കാനാന്ന് പറഞ്ഞ് അവരെ കാല് പിടിച്ച് പോയി ചോറെടുത്തുകൊണ്ട് വരുവാണ് 10-20 ദിവസം കൊണ്ട്. അതെന്നെ മാനസികമായിട്ട് അങ്ങ് ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പറഞ്ഞത്. പലരും പറയുന്ന കാര്യം, നമ്മൾ നന്മ ചെയ്യുമ്പോൾ പലരും മതം, ജാതി ഇതെല്ലാം ഉൾപ്പെടുത്തിയാണ് പലരും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അമ്മ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ചിന്ത എപ്പോഴെങ്കിലും? മോനെ, ഏതെങ്കിലും ജാതിക്കോ മതത്തിനോ വിശപ്പോ? എല്ലാവർക്കും ഒരുപോലല്ലേ മോനെ? ഒരു മതത്തിനോ ഒരു ജാതിക്കോ അങ്ങനെ പ്രത്യേകം വിശപ്പുണ്ടോ? ഞാൻ വിശപ്പിനാണ് ആഹാരം കൊടുക്കുന്നത്. ജാതിയോ മതമോ വലിപ്പച്ചെറുപ്പോ ഒന്നും നോക്കിയല്ല. ഞാൻ ഭക്ഷണം വിശന്ന് ആര് വന്ന് ചോദിച്ചാലും കൊടുത്തിരിക്കും തീരുന്നത് വരെ. അതിനി കടയില്ലെങ്കിലും ഇവിടെ നിന്നെല്ലാം മാറിയാലും എടുത്താലും എനിക്ക് ജീവൻ ഭഗവാൻ തന്നിട്ടുള്ള കാലം എൻ്റെ കൂടെ എൻ്റെ ഒരു ശക്തി ഉണ്ടോ, ഞാൻ എവിടെ വെച്ചായാലും കൊടുത്തിരിക്കും. അത് മനുഷ്യ വ്യക്തികൾ ഒന്നും തടഞ്ഞാൽ നിൽക്കത്തില്ല. ഇപ്പോൾ അമ്മ ഒരു നമ്മൾ സംസാരിച്ച് തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരു കൃഷ്ണഭക്തിയാണ് എന്ന് മനസ്സിലായി. എങ്ങനെയാണ് ഈ ഒരു ഭക്തി? മോനെ, ബാല്യം ഓച്ചിറയായിരുന്നു, ശിവന്റെ അടുത്തായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ട് 2 സഹോദരങ്ങൾ, വയ്യാത്ത അമ്മ, അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടു 17 വയസ്സിൽ കൊല്ലത്ത് വന്നതാണ്. ഈ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ അടുത്താണ് കല്യാണം കഴിച്ചുകൊണ്ട് വന്ന. അപ്പോൾ ശിവന്റെ അടുത്തുനിന്ന് വന്നതും മഹാവിഷ്ണുവിൻ്റെ അടുത്ത് അങ്ങനെ അങ്ങ് മഹാവിഷ്ണുവിനെ അടുത്ത് പോവുകയും വരികയും ചെയ്ത് അങ്ങ് കൃഷ്ണഭക്തയായി. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് പാൽക്കുളങ്ങര ആണ് വീട്, സ്ഥലം വാങ്ങിച്ചത്. അവിടെ വീടുണ്ടായിരുന്നു. അപ്പോൾ ദേവിമാരാണ് അവിടെ, 2 ദേവിമാരേ ഉള്ളായിരുന്നു. ഇപ്പോൾ അവിടെ മഹാദേവനായി, വലിയ അമ്പലങ്ങളൊക്കെ ആയി. അവിടെയൊക്കെ വന്നുകൊണ്ടാണ് ഇങ്ങനെ കൂടുതലും ഭഗവാൻ അമ്പലങ്ങളാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു ഇത്. എൻ്റെ വീട്ടിൻ്റെ അടുത്ത് അമ്പലവും ഇപ്പോൾ ഈ കല്ലന്താഴയിലെ മഹാവിഷ്ണു ക്ഷേത്രവും ഒക്കെയാണ് എന്നെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്ലാതെ ഞാനൊരു വ്യക്തിയല്ല. എൻ്റെ കൂടെ ഒരു ശക്തിയുണ്ട്. ഇല്ലെങ്കിൽ ഇത്രയും നാളൊന്നും കൊടുക്കാനോ എടുക്കാനോ ഒന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. എനിക്ക് ഒരുപാട് വയ്യാത്ത ഞാനാണ്. അപ്പോൾ ആ ശക്തിയാണ് എന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് മനുഷ്യൻ വിചാരിച്ചാൽ തകർക്കാൻ പറ്റുമോ? ഇല്ല. എനിക്ക് പരിപൂർണ വിശ്വാസമുണ്ട്. എൻ്റെ ഭഗവാൻ എൻ്റെ കൂടെ ഉള്ള കാലം വരെ ഞാൻ ഈ ഭക്ഷണം കൊടുത്തിരിക്കും. എനിക്ക് മരിക്കുന്ന അന്നും കൊടുക്കണം, ഒറ്റ ആഗ്രഹമേ ഉള്ളൂ. ഇപ്പൊ അമ്മ പറഞ്ഞല്ലോ, പലരും പറയുന്നുണ്ട് ഈ ആഹാരം കൊടുക്കുമ്പോൾ അതിന്റെ കുറെ നിയമവശങ്ങൾ കൂടെ ഉണ്ട്. നമ്മളൊരു നല്ല സ്ഥലത്ത് കൊടുക്കണം, വൃത്തി ഉണ്ടാവണം, അതിനുള്ള ലൈസൻസുകൾ ഉണ്ടാവണം. അതിനൊക്കെയുള്ള ഒരു പ്രൊസീജിയർ ചെയ്യുന്നുണ്ടോ? മോനെ, ഞാനിവിടെ വന്ന് ഹെൽത്ത് കാർഡ് എടുത്തു. ഇവിടെ കടയുടെ അടുത്ത് അവർ വന്ന് നോക്കി. ഇവിടെ അങ്ങ് ഒരു വെള്ളമോ അഴുക്കോ ഒന്നുമില്ല. നമ്മുടെ വീട്ടിൽ പിന്നെയും അടുക്കള സൈഡെങ്കിലും അഴുക്ക് കാണും. ഇവിടെ അതൊന്നും ഇല്ലാതെ എല്ലാവർക്കും കാണത്തക്ക രീതിയിലാണ് ഭക്ഷണം വെച്ച് കൊടുക്കുന്നത്. നമ്മൾ വീട്ടിൽ വെക്കുന്നതിലും സുരക്ഷിതമായിട്ടാണ്. വീട്ടിൽ ഫ്രിഡ്ജിലൊക്കെ വെച്ചാണ് എടുക്കുന്നത്. ഇതൊന്നുമല്ല, രാവിലെ വാങ്ങിച്ചുകൊണ്ട് വരിക, വെച്ച് കൊടുക്കുക. അപ്പം വീട്ടിൽ കഴിക്കുന്നതിലും നല്ല ഭക്ഷണമാണ്. അതിലാണ് ഞാനും കഴിക്കുന്നത്. എൻ്റെ കൊച്ചുമക്കൾക്കും ഉണ്ടെങ്കിൽ കൊണ്ട് കൊടുക്കും. അപ്പോഴും നല്ല ഭക്ഷണമാണ് കൊടുക്കുന്നത്. ഹെൽത്ത് കാർഡ് എടുത്തു, ലൈസൻസിന് അപേക്ഷ കൊടുത്തു. ആ അപേക്ഷയും കൊണ്ട് അവിടെ ചെന്നു. അവരതെല്ലാം ഒരേ പേപ്പറുകൾ വേണമെന്ന് പറഞ്ഞ് അതെല്ലാം റെഡിയാക്കി കൊടുത്തു. ഒരു 10-15 ദിവസത്തേക്ക് മുമ്പ് പറഞ്ഞ് അവിടെ ചോറ് വെക്കരുത്, പരാതി ഉണ്ടെന്ന്. അതും മാറ്റി. എന്നിട്ട് അവർ വരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 10-15 ദിവസമായി. ഇതുവരെ വന്ന് കണ്ടോ എടുത്തോ ഒന്നും അറിയത്തില്ല. എനിക്ക് ആ പേപ്പർ ഒപ്പിട്ടും തന്നിട്ടില്ല. ഇപ്പം 2 മാസം 10-18 വട്ടം അവിടെ പോയി. ഇനി ഞാൻ പോകുന്നൊന്നുമില്ല. എനിക്ക് വയ്യാത്ത ഞാൻ ചോറും വെച്ചിട്ട് എനിക്ക് പോകാനൊന്നും. അവർ പറഞ്ഞു അവർ വന്ന് കണ്ടിട്ടിട്ട് തരാമെന്ന്. അപ്പോൾ ഈ ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെതായ കുറെ ബുദ്ധിമുട്ടുകൾ വരുന്നു, സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും. എത്രത്തോളം ബുദ്ധിമുട്ടുകളാണ്? സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല മോനെ. ഒരു സാധനം നമുക്ക് നാളത്തേക്ക് ഇല്ലെന്ന് കണ്ടാൽ ആരെങ്കിലും ഭഗവാൻ ഇവിടെ എത്തിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നെ വേദനിപ്പിക്കുന്ന മനസ്സുകൊണ്ടാണ്. എന്നെ അങ്ങനെ വിഷമിക്കുമ്പോൾ പ്രഷറാവുന്നു, എനിക്ക് ശരീരമായിട്ട് ഒരുപാട് അവശതയാവുന്നു, ഇടയ്ക്ക് വെച്ച് സുഖമില്ലാതായി, അങ്ങനെ കുറേ വിഷമങ്ങൾ എനിക്ക് വരുന്നു. ഞാൻ ഈ നല്ല കാര്യം ചെയ്തിട്ട് എനിക്ക് ഈ ദുഃഖം വരുന്നു. അത് എനിക്ക് പ്രശ്നമല്ല. മറ്റൊരാൾക്കും ഇങ്ങനെ ഒരു വിഷമം വരുത്തരുത്. ഒരു കാര്യത്തിനും ആരുടെയും മുമ്പിൽ പോയി തല കുനിച്ച് നിൽക്കാനും 10,000 വട്ടം കയറി ഇറങ്ങാനുള്ള ഇടം വരുത്തരുത്. അതേ ഉള്ളൂ. ഇപ്പോൾ ഇങ്ങനൊരു സംരംഭം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നന്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പലരും പറയാൻ ചാൻസ് ഉണ്ട് ഇതൊക്കെ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ വെറും ആൾക്കാർക്ക് കാണിക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ പറയുന്ന പലരും ഉണ്ട്. അല്ലെങ്കിൽ അവർ ഒരുപാട് കാശുണ്ടാക്കുന്നുണ്ട് ഇതിന്റെ പേരിൽ എന്നൊക്കെ പറയുന്നത്. അമ്മ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു സംഭവം കേട്ടിരുന്നു? മോനെ, ആരെന്ത് പറയുന്നത് ഞാൻ ശ്രദ്ധിക്കാറേ ഇല്ല. കാശുണ്ടാക്കുന്നെന്ന് പറഞ്ഞാലും എടുത്തെന്ന് പറയാലും ഏതെങ്കിലും ഒരു വീഡിയോയിൽ എൻ്റെ അക്കൗണ്ട് നമ്പരോ എൻ്റെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് അവർ നോക്കട്ടെ.
എനിക്കിത് വെക്കാനുള്ള പൈസ ഭഗവാൻ തരുന്നുണ്ട്, അത് നല്ല മനസ്സുള്ളവരെ കൊണ്ട് തരിക്കുന്നുണ്ട്, ഞാനത് വെച്ച് കൊടുക്കുന്നുണ്ട്. എൻ്റെ വീട്ടിലോ കുടുംബത്തോ ആർക്കും ഇവിടുന്ന് ഒന്നും വാങ്ങിച്ചുകൊണ്ട് കൊടുക്കണ്ട. അവരൊക്കെ കുഞ്ഞുങ്ങൾ ജോലി ചെയ്താണ് അവരൊക്കെ ജീവിക്കുന്നത്. അവരിങ്ങോട്ട് തരത്തേ ഉള്ളൂ. അമ്മ ഇത് ചെയ്യുമെന്നും പറഞ്ഞ് അവരായിന്ന് ഇങ്ങോട്ട് തരത്തേ ഉള്ളൂ, അവരങ്ങോട്ടൊന്നും വാങ്ങിക്കാറില്ല. അപ്പം പിന്നെ എനിക്ക് കിട്ടുന്നതും എവിടുന്ന് കിട്ടിയാലും ആര് തന്നാലും എന്ത് തന്നാലും ഇവിടെ തന്നെ ചെലവാക്കാനാണ്. എനിക്ക് ഈ ഭക്ഷണം കൊടുക്കണം. അത് ഓരോരുത്തർ ആണ്ടും ബർത്ത്ഡേ ഒക്കെ നടത്തുമ്പോൾ എനിക്ക് എന്ത് സന്തോഷമെന്നറിയാം. അന്ന് എത്ര ഐറ്റം കൂട്ടി അവർക്ക് ഭക്ഷണം കൊടുക്കാം. എന്നെക്കൊണ്ട് നടത്തുമ്പോൾ അത് പറ്റത്തില്ല. അപ്പോൾ ആരെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ സാധനം വാങ്ങിച്ച് തരുമ്പോഴും ഒക്കെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. പപ്പടമുണ്ട്, പരിപ്പുണ്ട്, അവിയൽ, സാമ്പാർ, പായസമൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ആ വയസ്സ് എന്നവരുടെ സന്തോഷം ഒന്ന് കാണണം. അവരത് കഴിച്ചിട്ട് മതി എന്നും പറഞ്ഞ് പോവും. അതിവിടെ കിടക്കുന്ന പിന്നെ വയ്യാത്തവർ മാത്രമല്ല, ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നവരുണ്ട്, ദൂരെ യാത്ര കഴിഞ്ഞ് വരുന്നവരുണ്ട്. എവിടെല്ലാം ഇപ്പം ഭക്ഷണ അലമാരയുണ്ട്. ഏതെങ്കിലും ഹോട്ടലുകാർ പരാതി പറയുന്നു? ഹോട്ടലിൻ്റെ മുമ്പിൽ ഓച്ചറ വെച്ചിട്ടുണ്ട്. 3 ഹോട്ടലിൻ്റെ മുമ്പിൽ ഭക്ഷണ അലമാര വെച്ചേക്കുന്നത് ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ്. വരുന്ന ആൾക്കാരെ എടുക്കുന്നു, വെള്ളവും കുടിക്കുന്നു, ചോറും കൊണ്ട് എടുത്തുകൊണ്ട് പോകുന്നു. ഏതെങ്കിലും ഹോട്ടലുകാർ ഫ്രണ്ടിൽ ഹോട്ടലാണ്, അവർക്ക് പരാതിയുണ്ടോ? ഈ പാവം നമ്മൾ കൊടുക്കാൻ തുടങ്ങിയപ്പോഴേ ഉള്ളൂ മോനെ പരാതി എന്ന് മാത്രമല്ല, അവരെ നമ്മളെ വേദനിപ്പിക്കുവാണത്. ഈ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അവർ ഉപകാരം ചെയ്തില്ലേലും ഉപദ്രവിക്കാതിരുന്നാൽ മതി. എത്ര ആളുകൾ അംഗീകരിച്ചു, ആരെല്ലാം അംഗീകരിച്ചു. ലോകത്തുള്ള എല്ലാവരുടെയും നല്ല അഭിപ്രായം കിട്ടി. പിന്നെ എനിക്ക് മൊബൈലിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല, കമൻറ്റുകളോ ഒന്നും വായിക്കാൻ അറിയാത്തതുകൊണ്ടാണ് ഒരേ കുഞ്ഞുങ്ങളും വിളിച്ചിട്ട് ഒരേ നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒട്ടും മറക്കാൻ പറ്റാത്തതാണ് ജഡ്ജിമാരെ ആചരിക്കുന്ന, മുതിർന്ന ജഡ്ജിമാരെ ആചരിക്കുന്ന ചടങ്ങിൽ എന്നെ അവർ ആചരിച്ചു, എനിക്ക് സാമ്പത്തികം തന്നു. ഇവിടെ ഭക്ഷണം കൊടുക്കാൻ തന്നതാണ്. പക്ഷേ വീടുകളിൽ പട്ടിണി കിടന്ന 3-4 കുടുംബത്തിന് ഞാൻ കൊടുത്തു. ഒരു 3 കുഞ്ഞുങ്ങളെയും കൊണ്ടൊരു പെണ്ണ് ആത്മഹത്യക്ക് ഒരുങ്ങിയതാ. അവരെ വരെ ഞാൻ കരകയറ്റി. ഞാൻ വയ്യാത്തവർക്ക് ഭക്ഷണത്തിന് വേണ്ടി കൊടുത്തു. അവരവിടെ പട്ടിണിയായിരുന്നു, അതിനുവേണ്ടി ചെയ്ത്. അങ്ങനെ എല്ലാവരും അംഗീകരിച്ച ഒരെന്നെയാണ് നമ്മുടെ നാട്ടിൽ നമ്മളെ വേദനിപ്പിക്കുന്നത്. ഞാനിവിടെ ആരെയും കൂടെ ഇന്ന് വരെ ഒരു സാധനം ചോദിക്കുകയോ വാങ്ങിക്കുകയോ മനസ്സോടുകൂടി ആരെങ്കിലും തന്നാൽ മാത്രം നമ്മൾ കൈപ്പറ്റൂ. അത് ഫോണിലായാലും മറ്റുള്ളവർ കൊണ്ടുതന്നതായാലും ഒരുത്തരടുത്തും പറയത്തില്ല അമ്മ എത്ര രൂപ ചിലവാ, എത്ര രൂപ വേണമെന്ന് ചോദിച്ചാൽ മക്കളെ നിങ്ങളുടെ കയ്യിലുള്ളത് തന്നാൽ മതി, അമ്മ അത് സന്തോഷത്തോടെ ഇവിടെ കൊടുക്കുമെന്നാണ് പറയുന്നത്. ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് പോലും 1 രൂപ ചോദിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല. പിന്നെ മനസ്സോടെ കൊണ്ടുതരും. ആദ്യമൊന്നും വാങ്ങിക്കത്തില്ലായിരുന്നു. പിന്നെ ആൾക്കാർ പറഞ്ഞത് വാങ്ങിക്കണം, ഭക്ഷണത്തിന് വാങ്ങിക്കണം, അവർക്കത് വിഷമമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ വാങ്ങിക്കുന്നത്. മലക്കറി ആയാലും അരിയോ സാധനം എന്ത് കൊണ്ടുവന്നാലും പൂർണ്ണ മനസ്സോടുകൂടി കൊണ്ടുവന്ന് ഞാൻ വാങ്ങിക്കും. ഈ പ്രശ്നങ്ങളെല്ലാം മാറട്ടെ, എല്ലാം പഴയതുപോലെ ആകട്ടെ. എന്നെ എല്ലാ വീഡിയോയിലും എല്ലാവരും പറഞ്ഞ ഭയങ്കര ചിരിയും സന്തോഷവതിയാണെന്നാ. പക്ഷെ എന്നെ ഇപ്പം ഭയങ്കരമായി എനിക്കൊരു വിഷമമാണ്. ചോറ് കഴിക്കുന്നവരും ചോദിക്കും അമ്മയുടെ ചിരി എവിടെ പോയി, അമ്മയുടെ സന്തോഷം എവിടെ പോയി. കാര്യം മാനസികമായിട്ട് വേദന. വാടക കൊടുക്കുന്നതിനല്ല, അതിനും തന്നെ സഹായിക്കാൻ ആൾക്കാരുണ്ട്. പക്ഷേ ഈ കടയിൽ വന്ന് ഇവിടെ കൊടുക്കാൻ തുടങ്ങിയിടം മുതലുള്ളൊരു വിഷമം അതെല്ലാം ഭഗവാൻ മാറ്റുമെന്നുള്ള പരിപൂർണ വിശ്വാസമുണ്ട്. ഭഗവാൻ ആ ശക്തി എന്നിലുണ്ട്. അപ്പോൾ അതെല്ലാം മാറ്റി സന്തോഷവതിയായിട്ട് ഞാൻ മുന്നോട്ട് പോകും. വിഷമം കൊണ്ടാണ് ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞത്. എൻ്റെ ഒരു കാര്യങ്ങളും ഞാൻ ഇങ്ങനെ പറയാറില്ല. അപ്പം വിഷമം അത്രയ്ക്കുണ്ട്. നാളെ മറ്റൊരാളിൽ നിന്നും ഇങ്ങനൊരു വിഷമം വരില്ല. ഈ വീഡിയോ കണ്ടുകൊണ്ട് എത്രയോ പേര് കൊടുക്കുന്നവരുണ്ടെന്നറിയാമോ ഭക്ഷണങ്ങൾ. അവർക്കൊന്നും ഈ വിഷമം വരല്ലോ, അതിനുവേണ്ടി പറഞ്ഞതാണ്. ഒത്തിരി പേരെന്നെ വിളിച്ചിട്ട് പറയാം ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് കൊടുക്കുന്ന ഇന്ന വീട്ടിൽ പട്ടിണിയായിരുന്നു അവിടെ കൊടുത്ത് എന്നൊക്കെ. അത് കേൾക്കുന്നത് തന്നെ എനിക്ക് സന്തോഷമാണ്. അതുകൊണ്ട് നല്ല മനസ്സ് എന്നെ സഹായിക്കുന്നേയും തരുന്നേയും പൈസ തരുന്നേയും വിളിക്കുകയും പറയും എല്ലാവർക്കും നന്ദിയുണ്ട്. അവർക്കൊക്കെ ഈശ്വരൻ ആരോഗ്യവും ആയുസ്സും തരട്ടെ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു.